തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്താണ് വീടിനരികിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടിയെ കടിച്ച പാമ്പിന്റെ അതേ വലുപ്പത്തിലുള്ള പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി മരിച്ചത് പാമ്പിന്റെ വിഷം ഉള്ളിൽ ചെന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ആൽജോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടികൾ ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് നിന്നും പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടികൾ കിടന്ന മുറിയിലെ തലയണക്കിടയിൽ നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും വീണ്ടും ഈയൊരു മരിച്ച ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്താണ് വീണ്ടും ഈയൊരു കുട്ടികളുടെ വീട്ടിൽ പാമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. തൃശൂർ കോടാലിയിലാണ് പാമ്പുകടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്താണ് വീടിനരികിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടിയെ കടിച്ച പാമ്പിന്റെ അതേ വലുപ്പത്തിലുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാമ്പിന്റെ വിഷം ഉള്ളിൽ ചെന്നാണ് കുട്ടി മരിച്ചത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ഈ ഒരു ഭക്ഷ്യവിഷബാധയാണ് എന്ന് കരുതിക്കൊണ്ടാണ് മാതാപിതാക്കൾ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ കുട്ടികളുടെ ശരീരത്തിലെ പാടുകൾ കണ്ടതിന് ശേഷം ആശുപത്രി അധികൃതർ പാമ്പിന്റെ വിഷം ഉള്ളിൽ ചെന്നതാണ് മരണമെന്ന് പറയുകയുണ്ടായി. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് വീട്ടിനുള്ളിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയത്. ഏതായാലും വീണ്ടും കുട്ടികളുടെ വീട്ടിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയിരിക്കുകയാണ്. പാമ്പ് കടിയേറ്റാണ് പാമ്പിന്റെ വിഷം ഉള്ളിൽ ചെന്നാണ് മരണം എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് അൽജോയെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. അൽജോയുടെ സഹോദരനും പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. കുട്ടിയും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കുട്ടികൾ ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടികൾ കിടന്ന മുറിയിലെ തലയണക്കിടയിൽ നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഏതായാലും മരിച്ച ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്താണ് വീണ്ടും വീടിനരികിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയത്.